3 കാര്യം പറഞ്ഞിട്ട് നാം ആരംഭിച്ചത്. അപ്പോൾ തന്നെ ഒരു 3 മുന്നറിയിപ്പുകളൂടെ ട്രെയിൻ വരുന്നതിന് മുമ്പ്, പ്ലെയിൻ വരുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യുന്നത് പോലെ ഒരു 3 മുന്നറിയിപ്പൂടെ പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൽ കേൾക്കാം. നമ്പർ 1, കോവിഡ് കാലത്ത് നിങ്ങൾ പാലക്കോടും കഞ്ചിക്കോടും വടക്കാഞ്ചേരി ആലത്തൂരും ഇരുന്നപ്പോൾ ഒരു കൂട്ടം ജനം മടങ്ങി തുടങ്ങി. അവരുടെ പേരാ ഇസ്രായേൽ മക്കൾ. അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് 80,000 പേർ. ഒരു ഗോത്രം ഇന്ത്യക്കകത്തുണ്ടായിരുന്നു, മനശേ ഗോത്രം. അരുണാചൽ പ്രദേശ്, മിസോറാം, അതുപോലെ മണിപ്പൂരിൽ ഏകദേശം ആൾക്കാർ നേരത്തെ മടങ്ങിപ്പോയി. ഇനി അല്പം കുറേ ആൾക്കാർ, അവർ മുഴുവൻ കോവിഡിൻ്റെ മറവിൽ മടങ്ങിപ്പോയി. എന്തിനു വേണ്ടി? യഹൂദൻ മടങ്ങി വരുന്നു. ഇന്ന് നിങ്ങൾ പാലക്കാട് ഫുൾ ഗോസ്പൽ ചർച്ചിൽ വന്നപ്പോൾ ഇവിടെ ദൈവകുഞ്ഞുങ്ങൾ കരന്തെന്ന് കസേരയിൽ ഇരുത്തിയതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഇസ്രായേലിലെ സുന്ദരമായ എയർപോർട്ട് ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ ഒരു ട്രൂപ്പ് ശരിയായിട്ടുണ്ട്. അവരുടെ പേര് റോഷ് ഹോഷന്ന ഗ്രൂപ്പ്. മടങ്ങി വരുന്ന യഹൂദനെ മുഴുവൻ കരങ്ങളിൽ പിടിച്ച് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പ് റെഡിയായി കഴിഞ്ഞ റോഷ് ഹോഷന്ന ഗ്രൂപ്പ്. തീർന്നില്ല. ഗവൺമെൻറ് പാലക്കാട് മലമ്പുഴയിൽ ഈ മിഷന് വേണ്ടി, അഥവാ നമ്മുടെ ലൈഫ് മിഷൻ വീട് പണിയുന്നത് പോലെ ഇന്ന് വൈകിയ വേളയിൽ ഞാൻ ഈ ചർച്ചിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പർവ്വതനിര, അതിനെ ഏലാത്ത് താഴ്വര എന്നവർ സുന്ദരമായൊരു നല്ല പട്ടണമാക്കി ഏലാത്ത് വാലി, മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ആയിരക്കണക്കിന് വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? കോവിഡിൻ്റെ മറവിൽ യഹൂദൻ മടങ്ങുന്നു. പറയാം, വരാൻ പോകുന്നു ഒരന്തിമ യുദ്ധം. 2, യഹൂദൻ്റെ ദേവാലയം പണിയാൻ പോകുന്നു. ഒരന്ത്യകാലത്തിൻ്റെ പ്രവചന മക്കളെ കോവിഡിൻ്റെ മറവിൽ നടക്കുന്നത്. ആമോസിൻ്റെ പ്രവചനം 9:9, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോക ജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും, ഒരു മണി പോലും ശേഷിക്കാതെ ഞാൻ മടക്കി വരുത്തും. അതാ കോവിഡ്. സാധാരണ സംഭവമല്ല, അന്തിമ യുദ്ധത്തിലേക്ക്. 2ാമത്തെ സംഭവം, കോവിഡിൻ്റെ മറവിൽ നിങ്ങൾക്കറിയാമോ, സാമ്പത്തിക മേഖല മുഴുവൻ തകരുന്നു. അമേരിക്കയിലെ ബാങ്കുകളെല്ലാം പൊട്ടുന്നു. പാലക്കാടുകാർക്കറിയാം, കണ്ടല സർവീസ്, കരുവന്നൂർ സർവീസ്, തൃശ്ശൂർ സെയിം സ്ട്രോങ്, സകല ചിട്ടി കമ്പനി തീർന്നുകൊണ്ടിരിക്കുക. അത് കണ്ട HDFC ബാങ്കുകാർ ഇപ്പം പാസ്ബുക്ക് പതിച്ചു തുടങ്ങി. ബാങ്ക് പൊട്ടിയാൽ പാലക്കാട്ട് 5 കോടി ഇട്ട അച്ചായന്, തോമാച്ചായന് 1 ലക്ഷം കിട്ടത്തോളം ഇൻഷുറൻസ് പരിഹാരം. ഇതെല്ലാം പോകുന്നു. സാമ്പത്തിക മണ്ഡലം തകരുന്നു. ലോകത്തിലെ 2ാമത്തെ കോടീശ്വരനായ അദാനിയെ അമേരിക്കയിൽ 6 ചെറുപ്പക്കാർ കണക്ക് നോക്കിയപ്പോൾ 16ലേക്ക് തള്ളിക്കഴിഞ്ഞു. കള്ളക്കണക്ക് പോലും പുറത്തു വന്നു. സാമ്പത്തിക മണ്ഡലം തകരും. ധനവാന്മാർ കരയും. ബാങ്കിലിട്ടിരുന്ന പൈസകളെല്ലാം തീരും. കോർപ്പറേറ്റുകൾ അന്ത്യദിനങ്ങളിൽ ഉലകത്തെ പിടിക്കും. ബൈബിളിനകത്തുണ്ടോ? അന്ത്യദിനം വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യാക്കോബ് അപ്പോസ്തലൻ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദ്രവിച്ചും പൊന്നും വെള്ളിയും കറുത്തു, വസ്ത്രം പുഴുവരിച്ച് ഒരു കൃഷി ചെയ്ത അതിന് പോലും പ്രതിഫലം തരാതെ അടിച്ചു മാറ്റുന്ന ആൾക്കാർ ഇവിടെ വരാൻ പോകുന്നു. കോർപ്പറേറ്റുകൾ, കോവിഡിൻ്റെ മറവിൽ കോർപ്പറേറ്റുകൾ തഴയ്ക്കുന്നു. യാക്കോബ് 5:1-2-3. കോവിഡ് ഇവിടെ അവസാനിച്ച് ഏകദേശം രംഗപടത്തിന് പിൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങൾ പാലക്കാട് ഫുൾ ഗോസ്പൽ ചർച്ചിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 16 മാസത്തിൽ പരമായി ഒരു യുദ്ധം നടക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതിവിടെ എങ്ങും തീരത്തില്ല. അന്തിമ യുദ്ധത്തിലേക്ക് അത് പോകുന്നത്. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ ചൈനയുടെ വിമാനങ്ങൾ തയ്യാറായിരിക്കുന്നു ഏത് സമയവും തൈവാനെ പിടിച്ചടക്കുവാൻ. ഇസ്രയേലിൻ്റെ വിമാനങ്ങൾ കട്ടക്കടിക്ക് ആരെയാ? സിറിയനെ അടിക്കുന്നു, ലബനോനെ അടിക്കുന്നു. ഇതെല്ലാം അന്ത്യദിനങ്ങൾ. 4ാമത്തെ സംഭവമായി നമ്മുടെ തൃശ്ശൂരിൽ പിന്നെ പൂരം നടക്കുമ്പോൾ 2 കാര്യം നടക്കും, തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും. അതുപോലെ ഇന്നിവിടെ നടക്കുന്നൊരു സംഭവം അറിയാമോ? ഏറ്റവും നിർണായകമായി തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും ആകാശത്ത് ബലൂണുകൾ പറത്തിക്കൊണ്ട് അടി തുടങ്ങാൻ പദ്ധതി വെക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിന് ഇവിടെ നിവർത്തിക്കുന്നു. മക്കളെ, മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് പാലക്കാട്ട് ദൈവമക്കൾ കേൾക്കാൻ ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യത്തോട് ഇംഗ്ലീഷിൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്താൽ കിങ്ഡം ടു കിങ്ഡം, ദെൻ കാസ്റ്റ് ടു കാസ്റ്റ്. അതാ മണിപ്പൂർ, കുക്കി, മൈതൈ, നാഗ, യവന്മാരെല്ലാം കൂടെ അടിക്കുക. ഇതൊരു അന്തിമ ദിനത്തിലേക്ക്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കോവിഡിൻ്റെ മറവിൽ ഇതെല്ലാം ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ ഈറ്റുനോവിൻ്റെ ആരംഭം. ഒരിക്കൽ കൂടി കോവിഡാനന്തര ലോകത്തിൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളും അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്നമായി വിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് വചനപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന്
രാത്രി ഹല്ലേലൂയ സ്വർഗമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയൂ, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ ചക്രം ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പാലക്കാട് ദൈവമക്കള്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 1. വിശുദ്ധ വെളിപ്പാട് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചിട്ട് മക്കളെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, കാഹളനാദം പോലെ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. കം വിത്ത് മീ യോഹന്നാൻ, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു. മേലാൽ എന്ത് സംഭവിക്കും? വാട്ട് അബൌട്ട് ദ ഫ്യൂച്ചർ? ലോകത്തിൽ എന്ത് സംഭവിക്കും? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. മഹത്വവാനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ആഗതനായിട്ടുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളൊരു കൂട്ടത്തിന്റെ അതരങ്ങളിൽ നിന്ന് സ്തോത്രഭാഗമെന്ന അതരഫലം പുറപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുക. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാന്റെ വക്കത്താരെങ്കിൽ കാഴ്ചവെട്ടിയാൽ എക്കലിനകത്ത് കാല് പതിഞ്ഞ് മരണം അവിടെ സംഭവിക്കുക. എന്നാൽ മോശയ്ക്ക് ശേഷം സ്വർഗം ഒരുവനെ തെരഞ്ഞെടുത്ത് അവന്റെ പേരാ യോശുവ. സ്വർഗം യോശുവയോട് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ദൈവജനത്തിന്റെ നിയോഗവുമായി മോശ യാത്രയായിരുന്നു. 4 കാര്യം സ്വർഗത്തിന് വേണ്ടി അവൻ ചെയ്യുന്നു. 1, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. 2, പാളയത്തിനകത്ത് ജനത്തെ ശുദ്ധീകരിച്ചു. 3, വചനം പറഞ്ഞു കൊടുത്തു. 4, അവൻ വിശ്വാസത്താൽ ഒരു ദൂത് പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ആഴി എന്തെന്നറിയാതെ, ആഴമെന്തെന്നറിയാതെ മരണനദിയായ യോർദാന്റെ വക്കിലേക്ക് നിയമത്തിന്റെ പെട്ടകവുമായി പുരോഹിതന്മാർ യാത്രയായി. ഇന്ന് രാത്രികാലം ഇവിടെ ചർച്ചിലിരിക്കുന്ന ദൈവമക്കളെ, മീഡിയയിൽ കാണുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ. അവരുടെ ഉള്ളംകാൽ യോർദാന്റെ വക്കത്ത് കാൽ വെച്ചപ്പോൾ അത്ഭുതം എവിടെ നടന്നു? കിഴക്ക് ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ ദൈവം ചിറപോലെ കെട്ടി നിർത്തി. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർ ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പാലക്കാട് പട്ടണത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നീ ഇവിടെ കാലുകൾ ചവിട്ടുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇന്ന് രാത്രി യോശുവയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തിനായി സ്തോത്രം. നാളുകളായി നിന്നെ മറുകര കടത്തുകയില്ല, നല്ല ഭാവി തരത്തില്ല. തൊട്ടന്റെ കെട്ടുകൾ നിനക്കെതിരെ പോരാടുമ്പോൾ ഇന്ന് രാത്രി വചനവുമായി ഞാൻ കടന്നു വന്നെങ്കിൽ വചനത്തിന്റെ മർമ്മം എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആരാധനയുടെ ഹല്ലേലൂയ ധ്വനി ഇതിനകത്ത് മുടങ്ങുമ്പോൾ അപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് എനിക്ക് വേണ്ടി കടുങ്കട്ട് വീണ വിഷയത്ത് ഒരു വഴി തുറക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദ പീഠത്തിലേക്ക് വരുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തനായിരിക്കുന്നല്ലോ. സാറാപ്പുകളുടെ ചെറുകടിയുടെ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിൽ മുടങ്ങുന്നതിനാൽ, ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഈ പട്ടണത്തിൽ ഉലാവുന്നതിനാൽ, തേജസ് വാരി ഉടുത്തവന്റെ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ, വാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന അങ്ങയുടെ ശബ്ദം, കാദേശ് മരുഭൂമിനെ തടുക്കുന്ന അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി ഹല്ലേലൂയ, അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന അങ്ങയുടെ ശബ്ദം, പെരുവെള്ളത്തിന് മീതെ മുടങ്ങുന്ന അങ്ങയുടെ ദിവ്യ ശബ്ദം ഈ പട്ടണത്തിനകത്ത് ഈ ഹല്ലേലൂയ മീഡിയയിലും മുടങ്ങുമ്പോൾ ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ മടങ്ങി വരുക. ലെബനോനൊരു ദേവദാരുക്കളെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഹല്ലേലൂയ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, പാപത്തിൽ വീണവർ യേശുവിനെ കാണുക. മീഡിയയിൽ ഞങ്ങളെ കാണുന്ന ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഉയർത്തുക. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ഇതിനകത്ത് വെളിപ്പെടുന്നതിനാൽ എല്ലാ രോഗക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. എല്ലാ ശാപത്തിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രി കാൽവരിയിലെ അടിപ്പിണറിന്റെ കരത്താൽ അഴിയപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, സഭകളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് പാലക്കാട് പട്ടണത്തിനകത്ത് വരുക.
ക്രൂശിതനായ ക്രിസ്തുവിനെ ഉയർത്തുക, സഭകളിലെ കാൽമാക്കളുടെ ഒരു പ്രവാഹം നടത്തുക. ഈ ദിവസങ്ങൾ സ്വർഗത്തിന്റെ കരം ഈ പാലക്കാട് ജില്ലയിൽ ആഞ്ഞടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. അതിന് നിന്റെ അഭിഷിക്തന്മാരെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടട്ടെ. എ സ്പെഷ്യൽ അനോയിന്റിംഗ് പവർ കം ടു ദ ഹല്ലേലൂയ. ഇവര് ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകത്തിന്റെ കൃപ ഇതിനകത്ത് ഇറങ്ങട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരുത്. നാഥന്റെ നാമം മാത്രം ഉയരണം. ആദിയോടന്ത തിരുശാന്തിൽ മറയ്ക്കൽ ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് കാക്ക്. മക്കളെല്ലാം വിടുതലോടെ കടത്തിവിട്. മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക്. യേശു ക്രിസ്തുവിനെ പറ്റി 4 പ്രവചനങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. 1, അവൻ്റെ ജനനം നാം എല്ലാം കണ്ടു. 2, അവൻ്റെ മരണം നാം എല്ലാം കണ്ടു. 3, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകം കണ്ടു. 4-മത്തെ ഒരു പ്രവചനം ബാക്കി നിൽപ്പുണ്ട്. രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. 3 കാര്യം കണ്ടെങ്കിൽ 4-മത്തെ കാര്യം ഇവിടെ നടക്കും. അതുകൊണ്ട് ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവവചനം നിങ്ങളോട് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തലനായ യോഹന്നാന്റെ യാത്രയെപ്പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു. തിരുവചനത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതി. ശ്രദ്ധയോടെ ഇരിക്കണമേ. യോഹന്നാന്റെ പ്രത്യേകത 3 ഭാഗങ്ങൾ തൊടുവാൻ അവന് ദൈവം കൃപ കൊടുത്തു. 1, സുവിശേഷത്തിന്റെ ഏടുകൾ യോഹന്നാൻ ചമച്ചു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട്ട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കൂടി വരച്ചു കാട്ടി. 2, ലേഖനത്തിൽ കൂടി വരാൻ പോകുന്ന കാലഘട്ടം ഉപദേശത്തിന്റെ അതിർവരമ്പ് കടക്കുന്നവന് ന്യായം വിധിക്കും. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അത് കഴിഞ്ഞ് 3-മത്തെ പ്രവചന ഭാഗത്തിൽ യോഹന്നാനെ ദൈവം കരം തൊടുവിച്ചു. പൗലോസ് ലീഗ 14 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് എഴുതി. പക്ഷേ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ധന്യനായ പൗലോസ് ലീഗ ലൂക്കോസ് 2 കാര്യം എഴുതി. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലന് 3 മേഖലയിൽ കരം വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു. 1 സുവിശേഷം, 2 ലേഖനം, 3 പ്രവചനം. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ രാത്രിയാമത്തിൽ പാലക്കാട് ഫുൾ ഗോസ്പൽ ചർച്ച് കൊണ്ടുവന്ന് യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? 2 ലേഖനം തൊടുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വരാൻ പോകുന്ന ഭാവികാല സംഭവം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? PhD ആണോ ഡോക്ടറേറ്റ് ആണോ? അപ്പച്ചൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞു. കുമ്പനാട് ബൈബിൾ കോളേജിന്റെ ബിരുദമല്ല, പുനലൂർ ബദേലിന്റെ ബിരുദമല്ല. അന്ത്യം വരെ കാൽവരിയുടെ കൊലക്കളത്തിൽ അവന്റെ മാറിൽ ചാരിയിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ ഉള്ളിൽ ലേഖനത്തിന്റെ പരമ്പര എഴുതുവാൻ അവരോട് ദൈവം കൂടെ ഇരുന്നു. വരാൻ പോകുന്ന കാലങ്ങളെ പറ്റി പത്മോസനകത്ത് കൊണ്ടുപോയി ചലിപ്പിക്കുക എൻ്റെ ഉള്ളത്തെ അവൻ ചലിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം പറയണം, ആശ്രയം യേശുവിലായതിനാൽ ഞാൻ ഭാഗ്യവാൻ. അന്ത്യം വരെ അവൻ്റെ മാറിൽ ചാരിയിരുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടുവല്ലോ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ജനനം അനാദി നിത്യതയിൽ അവൻ പിതാവിന്റെ മടിയിലുണ്ടായിരുന്നു. പിതാപുത്ര പരിശുദ്ധാത്മാവ്. അവൻ ജനിച്ചത് ലോകത്തിന്റെ മധ്യപകുതിയായ ബേത്ലഹേമിൽ. അവൻ വളർന്നത് മാതാപിതാക്കളുടെ നടുവിൽ. അവൻ പള്ളിയിൽ പോയത് പുരുഷാരത്തിന്റെ നടുവിൽ. അവൻ ഉപദേശം പറഞ്ഞത് പരീശന്മാരുടെ നടുവിൽ. അത്ഭുതം ചെയ്ത ശിഷ്യന്മാരുടെ നടുവിൽ. അവൻ കാൽവറിയിൽ പരമയാഗമായത് 2 കള്ളന്മാരുടെ നടുവിൽ. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നത് കാത്തിരിക്കുന്നവരുടെ നടുവിൽ. വിശുദ്ധ വെളിപ്പാടിൽ കാണുന്നു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. വെളിപ്പാട് 15 വീതിയുടെ നടുവിൽ കുഞ്ഞാടിനെ കണ്ടെങ്കിൽ എക്കാലത്ത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം മിണ്ടുന്നില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിൽ വരാമെന്നല്ല, വാഗ്ദത്ത പ്രകാരം വരുന്നവനാ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ കർത്താവ്. 2 പേർ വാഹനത്തിൽ കരം കൊടുത്ത് കരഞ്ഞാലും അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ പുറത്ത് മരത്തിന്റെ ചവിട്ടിൽ 2 പേര് കരം കൊടുത്താലും അതിന്റെ നടുവിൽ എൻ്റെ കർത്താവുണ്ട്. വീടിന്റെ ടെറസിനകത്ത് 2 പേര് കരം കൊടുത്ത് ദൈവസന്നിധി മുട്ടുമടക്കിയാൽ അതിന്റെ നടുവിലും എൻ്റെ കർത്താവുണ്ട്. അടുക്കളക്കകത്ത് 2 പേർ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം കിട്ടി 1 കരം കൊടുത്താൽ അതിന്റെ നടുവിലും വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം ഇന്ന് പകലിൽ ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ആ കാലഘട്ടത്തിൽ ക്രൂശീകരണം, ഭയങ്കരമായ പീഡന കാലം. നമ്മളെല്ലാം പറയുന്നത് യേശുവിനെ കണ്ട വീടക്കാറ്. ഞാൻ പറഞ്ഞോല, അന്നത്തെ കാലത്ത് റോമിന്റെ ചരിത്രം ഒന്ന് വായിക്കണം. എന്താ റോമിന്റെ ചരിത്രം എന്ന് പറയുന്നത്? പാലക്കാട് വഴിവക്കിൽ ഒരു ഉപദേശി സുവിശേഷം പ്രസംഗിച്ചാൽ റോമാക്കാർ പിടിച്ചുകൊണ്ടുപോകും. ഭരണാധികാരികൾ കൊണ്ടുപോകുന്നത് എവിടെയാണെന്നറിയാമോ? റോമിന്റെ കിരാതമായ ഭരണം അവരെ കൊണ്ടുപോകുന്നത് ഭൂമിക്കടിയിൽ ഭൂഗർഭ തിയേറ്റർ. ബ്രിട്ടനകത്ത് റോമിന്റെ ഭരണത്തിൽ ആദ്യത്തെ തിയേറ്ററുകൾ കാറ്റക്കോമ്പ്, കൊലോസിയോ. രാത്രിയിൽ അവിടെ പാർട്ടി നടത്തും. ഇന്ന് നമ്മൾ കരിമയാന ബൾബുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അന്ന് അവിടെ തിയേറ്ററിനകത്ത് പരിപാടി നടക്കുമ്പോൾ ഉപദേശിയെ നേരെ തൂണോട് കെട്ടി നിർത്തും. ഒരു മൺചട്ടി അതിൻ്റെ തലയിൽ കൊണ്ടുവെക്കും.
അത് അനങ്ങാതെ അതും കെട്ടും. അതിനകത്ത് കൽക്കരിയുടെ തുണ്ടുകൾ വാരി വിതറും. രാത്രി 9:30 നൈറ്റ് പാർട്ടി നടക്കുമ്പോൾ ഈ മണ്ണെണ്ണ ഇതിനകത്ത് ഒഴിക്കും. പടപടാ തീ ഇങ്ങോട്ട് ആളി വരും. എന്നിട്ട് ഉപദേശിയുടെ ശരീരത്തിൽ വായ്ക്കകത്തേക്കൊക്കെ തീ ഇറങ്ങുന്ന ഒരു പൊസിഷൻ ആകുമ്പോൾ ആരും അറിയാതെ ഒരു നിലവിളി അതിനകത്ത് കേൾക്കും. മാറാ നാഥ യേശുവേ വരണമേ. തീർന്നില്ല മക്കളെ. രണ്ടാമത് കഞ്ചിക്കോട്ട് പരസ്യയോഗത്തിൽ ഒരു ഉപദേശി സുവിശേഷം പറഞ്ഞാൽ അവനെ പിടിക്കും. എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് പാലക്കാട് ഒലവക്കോട് റോഡിൽ ടാർ പാട്ട ഇങ്ങനെ പിടിക്കുക. ആ ടാർ പാട്ട ഉരുക്കിയിട്ട് എന്തോയോ അതിന്റെ തലയ്ക്ക് ഒരു സുഷിരം ഉണ്ടാക്കുക. എന്നിട്ട് ഉപദേശിയുടെ തല അതിനകത്ത് കുത്തിക്കയറ്റ്. എന്താ ചെയ്യുന്നതെന്നറിയാമോ? തല കുത്തിക്കയറ്റി റോഡെ ഉരുട്ട്. തല ടാറിനകത്ത് മുങ്ങുമ്പോൾ പുറത്ത് കാല് കമ്മട്ടമടിക്കുക. അകത്താരും അറിയാതെ ഒരു ശബ്ദം കേൾക്കും. ദൈവത്തിന്റെ ദാസന്മാരെ മാറാ നാഥ യേശുവേ വരണമേ. മൂന്നാമത്തെ കാര്യം കേൾക്കണോ? പാലക്കാട് പരസ്യമായ ഒരു ഉപദേശി വഴിവക്കൽ സുവിശേഷം പ്രസംഗിച്ച റോമിന്റെ പടയാളികൾ അവനെ പിടിക്കുക. നല്ല മരങ്ങളുണ്ടല്ലോ പാലക്കാട് വടക്കഞ്ചി റോഡ്. ഈ മരത്തിനകത്ത് 2 ചില്ലകൾ കൂട്ടിയടിപ്പിക്കുക സൈന്യാധിപൻ. എന്നിട്ട് എന്താ ഒരു കാര്യം ചെയ്യുന്നതെന്നറിയാമോ? കാലുകൾ തല കീഴായി ചെറിയ ചില്ലയിൽ ബന്ധിക്കുക. ഈ വടം കൊണ്ട് കെട്ടിമുറിക്കിയതിനു ശേഷം സൈന്യാധിപൻ വിസിലടിക്കുമ്പോൾ പടയാളി വടക്കട്ട് അഴിച്ചു വിടുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരച്ചില്ലയിൽ കീറിക്കടക്കുക. അപ്പം ആരും അറിയാതെ ഒരു ശബ്ദം മരച്ചില്ല കേൾക്കും. മാറാ നാഥ യേശുവേ വരണമേ. 4 ഇവിടെ വഴിവക്കനകത്ത് സഭയ്ക്കകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശി റോമിന്റെ കശ്മലന്മാർ ആ കാലത്ത് പിടിച്ച 4ാമത്തെ ശിക്ഷാവിധി കൊടുക്കും. കാരാഗ്രഹത്തിൽ കൊണ്ടു. നാടൻ ഭാഷയിൽ വായ്ക്കകത്തോട്ട് ഹോസ് കറക്കും. എന്നിട്ട് നല്ല വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പള്ള വീർക്കും നാടൻ ഭാഷ. അബോധാവസ്ഥയിൽ ഉപദേശി നിൽക്കുമ്പോൾ സൈന്യാധിപൻ ക്രൂരമൃഗവുമായി മുൻപോട്ട് വരും. ആ ക്രൂരമൃഗത്തിന്റെ കുളമ്പന്തോയും ഉപദേശിയുടെ വയറ്റിനകത്തോട്ട് ചവിട്ടിയിറക്കും. അവന്റെ കുടൽമാലയും വെള്ളവും എല്ലാം പുറത്തു വരുമ്പോൾ ആരും അറിയാതെ ഒരു ശബ്ദം കേൾക്കും. മക്കളെ മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ദൈവത്തിന്റെ ദാസന്മാരെ സഹോദരന്മാരെ, ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത് ആരുടെയൊക്കെ തലകൾ കാരാഗ്രഹത്തിനകത്ത്, ആരുടെ കൈകാലുകൾ മരച്ചില്ലയ്ക്കകത്ത്, ആരുടെ ശരീരഭാഗങ്ങൾ ക്രൂരമൃഗം, ആരുടെയൊക്കെ തലകൾ പാട്ടയ്ക്കകത്ത് വെന്ത് ഭരിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത്. സ്തോത്രം. ഇതെല്ലാം പോയില്ലയോ? ഇന്ന് നമുക്കിടയ്ക്ക് ചിലർ നുഴഞ്ഞു കയറി, കാശ്മീരിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയെന്നോലെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ പ്രോസ്പെരിറ്റി കാവിഞ്ഞ് നിറഞ്ഞ് അനുഗ്രഹം. സ്തോത്രം. പാലക്കാട്ടെ ദൈവത്തിന്റെ ദാസന്മാര് ദൈവസഭയെ തകർക്കുവാൻ പിശാച് ഏത് പദ്ധതിയും വെക്കും. അതിനകത്ത് നിങ്ങൾ വീടരുത്. നമ്മുടെ സഭയിൽ 50 പേരേ ഉള്ളൂ. ആളെ കൂട്ടാൻ ഉപദേശം വിട്ടുകളയരുത്. 50 ഉള്ളൂ. 40,000 നരകത്തിൽ പോകുന്നതിലും നല്ലത് 4 പറന്ന് നിത്യതയെ നോക്കിക്കോ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാനുള്ളത് അംഗബലത്തിലല്ല, ഹല്ലേലൂയ മെമ്പർഷിപ്പിന്റെ ബലത്തിലല്ല, സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. 1ാമത്തെ ശിക്ഷാവിധിയായി കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് പ്രഭാതത്തിൽ കേട്ടുവല്ലോ. 2ാമത്തെ ശിക്ഷാവിധിയായി എന്താ കൊടുത്തത്? അവനെ മടക്കി കൊണ്ടുവന്നു. അവൻ മരിച്ചില്ല. ഇവിടെ ചെന്നു നമ്മുടെ ഡൊമേഷന്റെ അടുത്ത് നിന്ന് പടയാളികൾ പറഞ്ഞു, സാറേ താങ്കൾ തന്ന കൽപ്പന പ്രകാരം വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്തുകൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാൻ പദ്ധതി വെച്ചു. പക്ഷെ അവനടുത്ത് രക്ഷപ്പെട്ടു. പടയാളികൾ പറഞ്ഞു രാജാവിനോട്, രാജാവ് പറഞ്ഞു നിങ്ങളുടെ മുഖം കാണണം, പോകാൻ പറഞ്ഞു. അവനെവിടെ? എഫെസോസിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു 4 ദിവസം കഴിഞ്ഞ് വരാൻ. 4ാം പക്കം വന്നപ്പോൾ ക്രൂരമായ 2ാമത്തെ ശിക്ഷാവിധി കൊടുത്തു. എന്താ 2ാമത്തെ ശിക്ഷാവിധി? കൈകാലുകൾ ബന്ധിച്ച് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് വയോധികനായ യോഹന്നാനെ വലിച്ചെറിയുക. പ്രഭാതത്തിൽ അരണ്ട വെളിച്ചത്തിൽ റോമിന്റെ പടയാളികൾ എഫെസോസ് പഠിച്ചു ചൂഷകനായി വയോധികനായി സേവനമനുഷ്ഠിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥനാ നിരതനായി മുൻപിലിരിക്കുമ്പോൾ കുതിരയുടെ കുളമ്പടിയുടെ ശബ്ദം. അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വയോധികൻ കൈകാലുകൾ വിറയ്ക്കുന്ന ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ ശരീരം വിറയ്ക്കുന്ന അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച താങ്കളുടെ ഫൈനൽ ഡേയാ, ആരെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടോ? വല്ല ചപ്പാത്തിയോ കറിയോ വേണോ? അപ്പച്ചൻ പറഞ്ഞു എന്താ കാര്യം? ഞങ്ങളുടെ ചക്രവർത്തി തന്നിരിക്കുന്ന കൽപ്പന താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് കുട്ടുകത്തിനകത്ത് എണ്ണയിൽ മുക്കുവാൻ. ആ സമയത്ത് ഈ വല്യപ്പച്ചന്റെ മുഖത്തൊരു മന്ദസ്മിത. പടയാളികൾ ചോദിച്ചു, അപ്പച്ചൻ മരണം മുന്നിൽ കാണുമ്പോഴും എന്താ ഒരു ചെറിയ മന്ദസ്മിത? അപ്പച്ചൻ പറഞ്ഞു, നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന വെക്കുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ചക്രവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു തീജ്വാല ഉണ്ടാക്കി 700 മടങ്ങ് തീ കൂട്ടി ഞങ്ങളുടെ മക്കൾ ദുരാശു സമഭൂമിയിൽ കരമുയർത്തി. എന്താ? ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഗ്നിജ്വാലയ്ക്കകത്ത് അഭിഷേകത്തിന്റെ തീയുമായി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്തിറക്കിയെങ്കിൽ ആ മഹാദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കായി സൈന്യത്താലല്ല ശക്തിയാലല്ല ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന
ചെയ്യുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം. ഇന്ന് രാത്രി പറ, വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ പൂർണ്ണത. ആരൊക്കെ നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ചാൽ അതിന്റെ നടുവിൽ നിന്ന് വിശ്വാസത്തോടെ ആരാധിക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു കരമിറങ്ങി വന്നിട്ടുണ്ട്. അതാ കാൽവറിയിലെ അടിപ്പിണരുടെ കരം വചനം ഏറ്റെടുക്കുന്നവർക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി എന്നറിയാമോ? ഒരു കുട്ടുകത്തിനകത്ത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വയോധികനായ അപ്പച്ചന്റെ കൈകാലുകൾ ബന്ധിച്ചിട്ട് അതിനകത്ത് വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ മരണം കാണാൻ നിൽക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ തല ഉയർത്തി ജോസഫസ് എഴുതിയിരിക്കുന്നു. അവരോട് പറഞ്ഞ്, കയ്യിൽ പുതപ്പ് വല്ലതും ഉണ്ടോ എന്ന് പുതയ്ക്കാൻ തരണേ. നിങ്ങൾ ഇന്ന് പകൽ രാത്രി എന്നോട് ചോദിക്കും, ദൈവദാസന്, ഒന്ന് അവൻ്റെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ഒരു ആയുധം കയറി, രണ്ട് അവൻ്റെ ശരീരത്തിനകത്ത് എണ്ണയ്ക്കകത്തിട്ടിട്ട് അവൻ തല ഉയർത്തി നോക്കി. എന്താ അതിൻ്റെ കാര്യം? ഇന്ന് രാത്രി പറയണ, എന്നെ പറ്റി, എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, ക്യാൻസർ 4 സ്റ്റേജ് ആഞ്ഞടിക്കട്ടെ. അതിൻ്റെ നടുവിൽ നിന്നെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിക്കട്ടെ, കിംസും നിംസും പാലക്കാട് ആശുപത്രികളെല്ലാം തള്ളട്ടെ. എന്നാൽ ഇന്ന് രാത്രി പറയണ, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എൻ്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? അമ്മച്ചി, ഇന്ന് രാത്രി അവൻ നിന്നെ സഹായിക്കും. ബ്രദറെ, അവൻ നിന്നെ ശക്തീകരിക്കും. പിതാവ്, അവൻ്റെ നീതിയുടെ വലങ്കര നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ നിനക്കെതിരായിരിക്കും. സ്കാനിൻ്റെ റിപ്പോർട്ടുകൾ നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണ, കഷ്ടതയുടെ നടുവിൽ ഈ പുസ്തകവുമായി ഞാൻ പാലക്കാട് പട്ടണത്തിൽ ഇറങ്ങിയപ്പോൾ, രാത്രിയുടെ യാമങ്ങൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, ഈ വചനത്തിനകത്ത് ചൂണ്ടുകൾ എഴുതി വെച്ച് ഞാൻ നിലവിളിച്ചപ്പോൾ, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി കണ്ട് അതെൻ്റെ കുടിലിൽ കടന്നു വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വചനം ഏറ്റെടുക്കുന്നവർക്ക്. ഇതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയാം, ബൈബിളിനകത്ത് എത്ര പ്രോമിസ്, 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. കണ്ടില്ലേ എത്ര നല്ല കാലം? അബ്രഹാമിൻ്റെ തലമുറയിൽ ഒരുവനുണ്ടായിരുന്നു ഇസഹാക്കിൻ്റെ തലമുറയിൽ ഒരുവനുണ്ടായിരുന്നു യാക്കോബിൻ്റെ ഇളയ പൈതൽ ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോസഫ്. എല്ലാവർക്കും ഈ കഥ അറിയാം. നല്ല പയ്യനായിരുന്നു. അവൻ്റെ കുഴപ്പം എന്തായിരുന്നു എന്നറിയാമോ? ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ വലിയ പാസ്റ്ററോട് ഈ കൊച്ചുമാസന്മാർ ചെവി നുണ പറയുന്ന ഒരു പരിപാടി യോസഫിനുണ്ടായിരുന്നു. ബൈബിളിൽ ഇല്ലേ? സ്വത്രം. അതുകൊണ്ട് അവൻ ഒന്ന് നിലയെങ്കിൽ അടിച്ചു മാറ്റി. 2 പാലക്കാട്ട് ഉപവാസം നടന്നപ്പോൾ അവനൊരു ദർശനവും കിട്ടി. കാര്യം റെഡിയായില്ലയോ? ഒരു നിലയെങ്കിൽ ഒരു ദർശനം. ആ സമയത്താണ് ഈ ചേട്ടന്മാരെല്ലാം കൂടെ ആട് മേയ്ക്കാൻ മലമ്പുഴ ഡാമിൽ പോയത്. സ്വത്രം. ആ സമയത്ത് പോലീസ് പെർമിറ്റും കൊടുക്കാതെ ഇവൻ ഇവിടുന്ന് പാനും പറ്റാതായി. 3 മാസമായിട്ട് യാതൊരു വിവരവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ പാലക്കാട് പോലീസിൽ നിന്ന് കോവിഡ് കാലത്ത് ഒരു പെർമിറ്റുമായിട്ട് പെട്ടിയാട്ടമായിട്ട് മലമ്പുഴ കുന്നുംപുറത്തേക്ക് പോയി. യോസഫ് പോയി. ചേട്ടന്മാർ ദൂരെ വെച്ചേ കണ്ട്. ഞങ്ങളുടെ ഭാഷ പാസ്റ്റർമാരെ വിശ്വാസികളിൽ ഒതുക്കിയേ പറ്റത്തുള്ളൂ. സ്വോത്രം. ഞങ്ങളിങ്ങനെ പറയുന്നത് ഒതുക്കിയേ പറ്റത്തുള്ളൂ. കാര്യം റെഡിയായില്ലോ? ഈ നേരെ പെട്ടിയാട്ടോയി വന്ന യോസഫിൻ്റെ സാധനം എല്ലാം വാങ്ങിച്ചിട്ട് ഉടുപ്പൂരിട്ട് എവിടെ കടന്നു? പൊട്ടക്കിണറ്റിനകത്ത് തള്ളി അവിടെ ഇട്ട്. അമ്മാമ, പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്തോ? അവിടെ എയർ കണ്ടീഷനും വാട്സാപ്പും അല്ല, പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ വാറ്. സ്വോത്രം. വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ സ്വർഗത്തിൻ്റെ കോമണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി പറയണം, ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. ചേട്ടന്മാർ നിന്നെ തള്ളിക്കളയും. നാട്ടുകാർ നിന്റെ വസ്ത്രം എടുത്ത് കാണിക്ക്. 40ന്റെ ചരമ കുർബാന നിനക്കെതിരെ കൊണ്ടുവരും. എന്നാൽ വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് സ്വർഗം ഉയർത്തും. വചനം ഏറ്റെടുക്കണം. 2, ആ വാഗ്ദത്തമുള്ളവൻ എവിടെ കിടക്കുന്നു? അടിമച്ചന്ത. പാലക്കാട് മാർക്കറ്റിനകത്ത് കൊല തൂക്കുന്നത് പോലെ പാവപ്പെട്ട യോസഫിനെ തൂക്കിയവർ വെച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. എല്ലാവരും അവനെ മറന്നുപോയി. 2, മൂന്നാമത് അവൻ എവിടെ വേണു? പൊത്തിപേറിൻ്റെ ഭവനത്തിൽ പോയി. നല്ലൊരു അമ്മാമ്മയായിരുന്നു. ചെന്ന ഉടനെ സാംസങ് 7 ഗാലക്സി തിന്നാൻ നല്ല കുഴിമന്തിയും കൊടുത്ത് ഞങ്ങളെ പോലുള്ളായിരുന്നു. അമ്മാമ്മയ്ക്ക് പ്രൈസ്തലോടും കൊടുത്ത് അവിടെ നിന്നേനെ. സ്വോത്രം. യോസഫ് പറഞ്ഞു, ഈ അമ്മാമ്മയുടെ കൂടെ നിന്നാൽ ഞാൻ അക്കരെ നാട് കാണത്തില്ല. മതിലേന്ന് ഒറ്റ ചാട്ട്. വീണതെവിടാ? അമ്മാമ്മയുടെ കള്ളസാക്ഷ്യം എവിടെ ചെന്ന് വീണു? കാരാഗ്രഹത്തിനകത്ത്. കർത്താവിനെ കണ്ട ദൈവദാസൻ ഇപ്പൊ എവിടെ ചെന്ന് വീണു? 1, പൊട്ടക്കിണർ. 2, അടിമച്ചന്ത. 3, പൊത്തിപേറിന്റെ ഭവന്. 4, കാരാഗ്രഹം. இந்த அருமையான வேலையில் பாலக்காடு நிற்கின்ற 1 சண்டே வந்தா നിങ്ങൾക്ക് വീട്, 2nd സൺഡേ വന്നാൽ കാർ, 3rd സൺഡേ വന്നാൽ അമേരിക്കയിലേക്ക് വിസ. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല മക്കളെ. ഇനി ഞാൻ പാലക്കാട്ട് വന്നില്ലേലും വേണ്ടിയല്ല. ഇങ്ങനെ തെറ്റിക്കുന്ന കർത്തൃദാസ പിടിപ്പുണ്ട്. അവനെല്ലാം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഞാൻ വണ്ടി കയറ്റിയത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സ്വോത്രം. പണക്കാരെ ചാക്കനായിട്ട് കർത്താസന്മാർക്കറിയാം. പച്ചയ്ക്ക് ഞാൻ പറയും. സ്വോത്രം. ഒന്നേ പ്രസംഗിച്ചോളൂ. ചങ്കൂറ്റത്തോടെ യേശുവിൽ കൂടിയുള്ള രക്ഷ പ്രസംഗിക്കണം. സ്വോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഒന്നേ പ്രാർത്ഥിച്ചോളൂ, പട്ടണം വിടുവിക്കപ്പെടട്ടെ. സ്വോത്രം. കള്ളപ്പേര് പറഞ്ഞ് നിൽക്കരുത് മക്കള്. നാളെ ഞാൻ പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് എനിക്ക് പോലും അറിയത്തില്ല ഔട്ടായാലും പാലക്കാട് പട്ടണത്തിൽ കൂടെ നടന്നാലും പറയാൻ കാശിന് വേണ്ടി
വേണ്ടി തട്ടിപ്പ് നടത്തിയിരുന്നു. പറയരുത്. പറയണം, നിന്ന കാലത്ത് പ്രസംഗിച്ചപ്പോൾ ചങ്കൂറ്റത്തോടെ പ്രസംഗിച്ചത്. സ്വോത്രം. അതുകൊണ്ട് ആദ്യം കയ്പ്, അവസാന കാരാഗ്രഹത്തിലാണ് കിടക്കുക. കാരാഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ പട്ടിണി കഞ്ഞിയാ. സ്വോത്രം. ഓർക്കേണ്ടവരെല്ലാം ഓർക്കാതെ പോയി, നാട്ടുകാരെല്ലാം മറന്നുപോയി. പക്ഷെ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്ന പാലക്കാട്ട് കൂലിപ്പണിക്കാരെയല്ല ദൈവം അയക്കുന്നത്, കൊട്ടാരത്തിൻ്റെ അന്തഃപുരത്തിൽ നിന്ന് വാഗ്ദത്തമുള്ളവനെ ഉയർത്തുവാൻ കാരാഗ്രഹത്തിനകത്ത് സ്വർഗത്തിൻ്റെ കരവിറങ്ങി വരും. ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. എൻ്റെ പരാജയം കാണുവാൻ പാലക്കാട് പട്ടണം കാത്തിരിക്കുക. അതിൻ്റെ നടുവിൽ പൊന്നുപോലെ മാനിക്കുക. നീ കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞ് കുടിക്കുമ്പോൾ, നിന്റെ വീട്ടിനകത്ത് ഉപവസിക്കുമ്പോൾ, മകനെ മകളെ നിനക്ക് വേണ്ടി അറിയാതെ കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൂതേറ്റെടുക്കുന്നവർക്കായി നിന്റെ കാലിൽ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പുള്ള ദൈവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. നിന്നെ ഇരുത്തുവാൻ നല്ല ചെയർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയണം, കഷ്ടത സഹിഷ്ണുതയോ, സഹിഷ്ണുത സിദ്ധതയോ, സിദ്ധത പ്രത്യാശയും വർദ്ധിച്ചുവെങ്കിൽ നാട്ടുകാരൊക്കെ നിനക്കെതിരെ ബൗണ്ടറിയിൽ മതിൽ കെട്ടിയാലും, ചേട്ടന്മാർ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, യോസഫേ നീ ഒരു ഫലപ്രദമായ മുന്തിരി വള്ളിയെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും കെട്ടിയ മതിലിനപ്പുറത്ത് കൂടെ നിന്നെ പടർത്തുവാ. അടകാരകഥ ബൗഡ രീക ശംദ രാധ. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരൊക്കെ നിന്റെ തലമുറകളുടെ ഭാവിക്കെതിരെ, ആരൊക്കെ നിന്റെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ജീവിതത്തിനെതിരെ, ശത്രു ഏതൊക്കെ പോരാട്ടം മരിച്ചാലും ഇന്ന് രാത്രി വിശ്വാസത്തോടെ പാലക്കാട് ഏകദിന കൺവെൻഷൻ പറഞ്ഞ ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വിശ്വാസത്തോടെ പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വായിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും ബോട്ട് കിണറ്റിൽ കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എല്ലാ കാലത്തും കാരാഗ്രഹത്തിൽ കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. എല്ലാ കാലത്തും പട്ടണത്ത് അപമാനിതനാകാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പറ, വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം. സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുക. എൻ്റെ സഭയെ ദൈവം അനുഗ്രഹിക്കുക. ദൂട്ട പിശാചിൻ്റെ ചിന്തകൾ മാറ്റ. ജയാളിയായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. യോസഫിന്റെ പിൻപിൽ ഇറങ്ങിയ കാര്യം നിങ്ങൾ നടത്തുന്നത്. ഇന്ന് രാത്രി വചനത്തിന്റെ നിർമ്മലത ഈ യോഹന്നാൻ അപ്പോസ്തലനെ അവസാനമായി അവിടുന്ന് കൊണ്ടുവന്നു. അവന്റെ ശിക്ഷാവിധികളിൽ അവൻ മരിക്കത്തില്ലെന്ന് ഉറപ്പായി. ആ സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അവനെ യാത്രയാക്കാം. എവിടാ? പത്മോസ്, ഗ്രീസ് എന്ന് പറയുന്ന പട്ടണം. അതിൻ്റെ തലസ്ഥാനം ഏതൻസ്. അവിടെ ഒളിമ്പിക്സ്. അവിടെ 60 മൈൽ നീളത്തിൽ ഒഴുകുന്ന ഒരു നദിയുണ്ട്, തേംസ് നദിയുടെ ഒത്ത നടുക്ക് ഒരു ദ്വീപുണ്ട്. അതിൻ്റെ പേരാ പത്മോസ്. 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി. 6 മാസത്തിലൊരിക്കൽ യുദ്ധ കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലം. വയോധികനായ യോഹന്നാനെ അവിടത്തേക്ക് നാട് കടത്തി. പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് ഒരു യാനത്തിനകത്ത് ജോസഫസ് അതെല്ലാം എഴുതിയിട്ടുണ്ട്, കൊണ്ട് ചെല്ലുക. ഈ വല്യപ്പൻ 95 വയസ്സുണ്ട്. കാരാഗ്രഹത്തിൻ്റെ പാളികൾ തുറന്നു. ഈ അപ്പച്ചനെ അവിടത്തേക്ക് തള്ളിയിട്ടു. ഈ വന്നവർ പാളികൾ അടച്ച് സ്ഥലം കാലിയാക്കി. വെട്ടമില്ല, വെളിച്ചമില്ല. 5 കാഴ്ചകളാ പത്മോസിന്റെ പ്രത്യേകത. 1, ആകാശം മുട്ട കരിമ്പന. 2, പച്ചമനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കടികൻ. 3, അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുന്തുകളുടെ കൂട്ടം. 4, തലയോട്ടിയുടെ ദുർഗന്ധം, തനിക്ക് മുമ്പേ വന്ന് മരിച്ചവർ. 5, പാറയുടെ കൂട്ടം. ഈ അപ്പച്ചൻ വിചാരിച്ചു, ഞാനിവിടെ അസ്തമിക്കാൻ പോവുകയാ. എന്നാൽ കാൽവറിയിലെ ദർശനം കണ്ടവർ ഏത് പ്രതികൂലം വന്നാലും ഉയരത്തിലേക്ക് നോക്കി ഒന്ന് കണ്ണുകളെ പായിക്കും. ഇന്ന് രാത്രി പറയണ എല്ലാ വഴികളും